നമുക്കൊപ്പം ഫാദർ അഗസ്റ്റിൻ ബട്ടോളി കൂടി തത്സമയം ചേരുകയാണ്. ഫാദർ അഗസ്റ്റിൻ ബട്ടോളി, ഇപ്പോൾ ശ്രീലേഖ മിത്ര എന്ന ബംഗാളി നടിക്കുണ്ടായ ദുരനുഭവം, അത് 2009 തന്നെ അറിഞ്ഞ വ്യക്തിയാണ് താങ്കൾ. അന്ന് അവർക്കൊപ്പം പൂർണ്ണ പിന്തുണയുമായി നിന്നു. വാർത്താ സമ്മേളനം നടത്തി വേണമെങ്കിൽ ഇക്കാര്യം തുറന്നു പറയണമെങ്കിൽ അതിന് പിന്തുണയുണ്ട് എന്നറിയിച്ചു. പക്ഷേ അന്ന് അതൊന്നും ഉണ്ടായില്ല. വള്ളി പുള്ളി തെറ്റാതെ വീണ്ടും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവർ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അപ്പോഴും താങ്കളുടെ പ്രതികരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നതാണ്. അന്നും താങ്കൾ പറയുന്നുണ്ടായിരുന്നു, ഇത് ഇത്തരം കാര്യങ്ങളിൽ ഒരു നിയമ നടപടിയിലേക്ക് പോയാൽ അതിൽ പരിപൂർണ പിന്തുണയുമായി ഒപ്പം നിൽക്കും എന്നുള്ളത്. പക്ഷേ സർക്കാർ ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ താങ്കൾ സംശയം പ്രകടിപ്പിക്കുന്നതും കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു. ഇപ്പോൾ ഇന്ന് ഏറ്റവും ഒടുവിലായി സ്വന്തം തീരുമാനത്തിൽ അദ്ദേഹം, അല്ലെങ്കിൽ സ്വമേധയാ രഞ്ജിത്ത് രാജിവെച്ചു എന്ന് പറയുമ്പോൾ താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? താങ്കൾ ഇത് സ്വമേധയാ അദ്ദേഹം രാജിവെച്ച് പോയി എന്ന തരത്തിലേക്ക് താങ്കൾ അതിനെ കാണുന്നുണ്ടോ? ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ ഇവരുടെ രാജി പ്രഖ്യാപിച്ചത് സ്വന്തം നിലയ്ക്കല്ല എന്ന് നമുക്കറിയാലോ. അത്രയും പ്രഷർ കേരളത്തിലെ സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അത് വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിപക്ഷത്തു നിന്നും പിന്നെ സിവിൽ കേരളത്തിലെ സമൂഹം ഈ വിഷയം ഉണ്ടായതിനു ശേഷം അത്രയും രോഷാകുലമായി നിൽക്കുന്ന ഒരു സമൂഹമാണ്. 2018 കന്യാസ്ത്രീ സമരം ഉണ്ടാവുന്നത്. ഒരിക്കലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള ഉറപ്പിലാണ് അദ്ദേഹം, ഈ ബിഷപ്പ് ഫ്രാങ്കോ, കേരളത്തിലേക്ക് വരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ അഭൂതപൂർവമായ ജനകീയ പിന്തുണയോടുകൂടി ഒരുപക്ഷെ അന്ന് 14 ദിവസം ഒരു 700 ചില്ലാൻ സംഘടനകൾ ആ സമരസ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്ക് വലിയ സമരവും അത്രയും വലിയ പ്രക്ഷോഭം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യാൻ ഗവൺമെന്റ് നിർബന്ധിതമായത്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ധാർമ്മികത ഉണ്ടായിരുന്നെങ്കിൽ ആ നിമിഷത്തിൽ തന്നെ ഇത് അവർ തുറന്നു പറഞ്ഞ ആ നിമിഷത്തിൽ ഗവൺമെന്റിനെ താറടിക്കേണ്ട കാര്യമില്ല. ഈ പദവി, ഞാൻ നിൽക്കുന്നത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയാണ്, ഗവൺമെന്റിന്റെ ഭാഗമാണ്, ജനങ്ങളുടെ പണം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, ഈ കാലഘട്ടത്തിൽ ഞാൻ ജീവിക്കുന്നത്, അവരുടെ പൈസ വാങ്ങിക്കൊണ്ടാണ് ഞാൻ ആ പദവിയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ നിമിഷത്തിൽ തന്നെ ഞാൻ പിൻവാങ്ങുകയാണെന്ന് ആ നിമിഷം പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ധാർമ്മികത പറയാം. പക്ഷെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത് WCC എന്ന് പറയുന്ന ആ സ്ത്രീകളുടെ കൂട്ടായ്മയാണ്. നമ്മുടെ ഈ ചർച്ചയിൽ തന്നെ ആശ അച്ചി ജോസഫ് ഇരിക്കുന്നുണ്ട്. ഒരു സംഭാഷണത്തിന്റെ ഇടയ്ക്ക് തന്നെ ആ WCC രൂപീകരിക്കപ്പെട്ടിട്ട് അതിലുള്ള കുറച്ച് സ്ത്രീ, അതിന് മുന്നോട്ട് നയിക്കുന്നവർ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക വ്യഥ, അവർ കടന്നു പോകുന്ന അതിതീവ്രമായ സംഘർഷങ്ങൾ, ഈ സംഘർഷങ്ങൾ അവരെ ഏൽപ്പിക്കുന്നത് ഈ സമൂഹത്തിൽ നിന്നാണ്. ഒരുപക്ഷെ ഈ കേരള സമൂഹം ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു സന്ദർഭമാണിത്. സ്ത്രീ വിരുദ്ധത ഓരോ കോശത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹമാണ് കേരള സമൂഹം. അത് പാഠശാലയിൽ തുടങ്ങി അത് നാട്ടിലും വീട്ടിലും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അംശത്തിലും. ഇപ്പോ ഞാൻ ഈ പറയുന്ന എനിക്ക് തന്നെ എന്റെ ഉള്ളിലുള്ള സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ എത്രയോ കാലത്തിന് ശേഷമാണ് വൈദികനായതിനൊക്കെ ശേഷം ഒരുപാട് വളരെ ക്രിട്ടിക്കലായിട്ട് നമ്മളെ ഈ വിരുദ്ധത മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് പൂർണ്ണമായിട്ട് മാറി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് WCC ചെയ്ത വലിയ ഒരു പ്രവർത്തനം നിശബ്ദമായി, കാരണം ആ പ്രവർത്തനങ്ങൾ ഒന്നും വെളിച്ചത്ത് വരില്ല, നമ്മൾ അതിന്റെ റിസൾട്ട് മാത്രമേ കാണുള്ളൂ. അപ്പൊ ഇത് കാണുന്നത് കേരള സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല.